അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിൻ്റെ വിഷയത്തിൽ സിദ്നാഹും അദാബൻ ഫൗഖൽ അദാബ് എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ സൂറത്ത് നഹ്ലിലെ 88-ാം ആയത്താണ് പറയുന്നത്, സീദു അഖാരിബൻ അനിയാബുഹ കന്നഖ്ലി ത്വിവാൽ എന്നാണ്. ഈ ശിക്ഷ അത് തേളുകളെ നൽകിക്കൊണ്ടുള്ള ശിക്ഷയാണ്. ആ തേളുകളുടെ തേറ്റകൾ, കൊമ്പുകൾ നീളമുള്ള ഈത്തപ്പനകൾ കണക്കെയായിരിക്കും. അത് അവർക്ക് നേരെ ഏറെയേറെ ശിക്ഷയെന്നോണം എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദ്റക്കിൽ, അബൂ യഅല അവിടുത്തെ മുസ്നദിൽ നിവേദനം ചെയ്യുന്ന സഹീഹായ സനദോടുകൂടിയുള്ള തഫ്സീറാണ് ഇത്. നരകവാസികൾ തങ്ങൾക്കുള്ള ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നതിനു വേണ്ടി യാചിക്കുന്ന ഒരു വിഷയം യസീദ് ബിൻ ഷജറ അർ-റഹാവി പ്രസംഗിച്ചത് താബിഈ പണ്ഡിതനായ ഇമാം മുജാഹിദ് ഇബ്നു ജബർ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നുണ്ട്. മുആവിയ റളിയല്ലാഹു തആല അൻഹു നിയോഗിച്ച ഷാമിൻ്റെ അമീറന്മാരിൽ ഒരാളായിരുന്നു ഈ യസീദ് ബിൻ ഷജറ. അദ്ദേഹം പ്രസംഗിച്ചത് കേട്ട മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി അത് ഉദ്ധരിക്കുന്നത് ഇപ്രകാരമാണ്: ഇന്നലി ജഹന്നമ സാഹിലൻ കസാഹിലിൽ ബഹർ. ജഹന്നമിന്, നരകത്തിന് തീരമുണ്ട്, സമുദ്രതീരം പോലെ. ഫീഹി ഹവാമുൻ വഹയ്യാതുൻ കന്നഖൽ. ആ തീരത്ത് വിഷജന്തുക്കളുണ്ട്, പാമ്പുകളുണ്ട്, ഒക്കെയും ഈത്തപ്പനകൾ കണക്കെയാണ് വലുപ്പത്തിൽ. വ അഖാരിബു കൽ ബിഗാൽ. കോവർ കഴുത കണക്കെയുള്ള തേളുകളും ആ തീരങ്ങളിലുണ്ട്. ഫൈദസ്തഗാസ അഹ്ലു ജഹന്നം അൻ യുഖഫഫ അൻഹും. നരകത്തിലുള്ളവർ തങ്ങൾക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടാൻ രക്ഷാതേട്ടം നടത്തിയാൽ ഖീല, അവരോട് പറയപ്പെടും, ഉഖ്റുജു ഇല സാഹിൽ, നരകത്തിൻ്റെ തീരത്തേക്ക് പുറപ്പെട്ടോളൂ എന്ന്. ഫയഖ്റുജൂൻ, അപ്പോൾ നരകത്തീയിൽ നിന്ന് ഈ തീരങ്ങളിലേക്ക് നരകവാസികൾ പുറത്തു വരും. അതോടെ ഫയഖുദുൽ ഹവാമു ബിശിഫാഹിഹിം വവുജൂഹിഹിം വമാഷാ അല്ലാഹ് ഫയക്ഷിഫുഹും. തീരമണഞ്ഞ ഈ നരകവാസികളെ അവിടെയുള്ള വിഷജന്തുക്കൾ അവരുടെ ചുണ്ടുകളിലും മുഖങ്ങളിലും അള്ളാഹു ഉദ്ദേശിച്ച ഇടങ്ങളിലെല്ലാം അവരെ കൊത്തിവലിക്കും, പിടികൂടും, അവരെ തീരത്തേക്ക് വലിച്ചിടും. അതോടുകൂടി ഫയസ്തഗീസൂന ഫിറാറൻ മിൻഹ ഇലന്നാർ. ഈ തീരമണഞ്ഞവർ ഈ വിഷജീവികളിൽ നിന്ന് ഓടി നരകത്തിലേക്ക് തന്നെ സഹായം തേടി മടങ്ങും. വയുസല്ലിതു അലൈഹിമുൽ ജറബ. ഈ നരകവാസികളുടെ മേൽ അള്ളാഹു ചൊറിക്ക് ആധിപത്യം അരുളും എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് അള്ളാഹു ചൊറി ഉണ്ടാക്കും. ഫയഹിക്കു വാഹിദത്തുൻ ജിൽദഹു ഹത്താ യബ്ദുവൽ അദ്മ എന്നാണ്. ആ ചൊറിയേറ്റാൽ തൻ്റെ എല്ല് കാണുവോളം അതേറ്റവൻ ചൊറിയും. അപ്പോൾ അവനോട് ചോദിക്കും, യാ ഫുലാൻ ഹൽ യുദീക ഹാദ. അല്ലയോ മനുഷ്യ, നിനക്കിത് ഉപദ്രവമാകുന്നുണ്ടോ? അപ്പോൾ അയാൾ പറയും, നാം, അതെ. അപ്പോൾ ഈ ചോദ്യകർത്താവ് പറയുന്നത്, ദാലിക ബിമാ കുൻത തുദിൽ മുഅ്മിനീൻ. ആ വിശ്വാസികളെ നീ ഉപദ്രവിച്ചത് കാരണത്താലാണ് നിനക്ക് ഈ ഉപദ്രവം എന്ന്. സഹോദരന്മാരെ, ഇതൊക്കെ ഇവിടെ ഉണർത്തിയത് ലാ യുഖഫഫു അൻഹുമുൽ അദാബ്, അവരെ തൊട്ട് ഈ ശിക്ഷ ലഘൂകരിക്കപ്പെടുകയില്ല എന്ന ആയത്തിൻ്റെ ആശയം, അതിൻ്റെ ഗൗരവം നാം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്. നരകത്തി അതിന് കടുപ്പം കൂടുകയല്ലാതെ, ശിക്ഷയുടെ അളവ് ഏറുകയല്ലാതെ അതിൽ ഒരിക്കലും ലഘൂകരണം ഇല്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് പറഞ്ഞു, പല വചനങ്ങളിൽ. അതിലൊരു വചനമാണ് നമ്മൾ ഈ പഠിക്കുന്നതായ മഹൽ വചനം.